നമസ്കാരം. SIR ലിസ്റ്റ് എത്ര പേർ SIR ലിസ്റ്റിലുണ്ട് എന്ന് പ്രസിദ്ധീകരിച്ചു. 2.69 കോടി, ഇത് 2,69,00,000 പേര് വോട്ടർ ലിസ്റ്റിലുണ്ട്, SIRലുണ്ട്. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2.69 കോടിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. SIRൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ സംസാരങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് പറഞ്ഞിരുന്നത് ഏകദേശം 30 ലക്ഷത്തോളം പേർക്ക് വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 17 ലക്ഷത്തോളം ആൾക്കാർക്ക് വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വാർത്ത ചെയ്തിരുന്നു. ഒന്ന് അത് BLOമാരുടെ ആയിട്ടുള്ള സംസാരവും ഓരോ ബൂത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന 20ഓളം വോട്ട് വരുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ 13 മുതൽ 17 ലക്ഷം വരെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 13 ലക്ഷം പേരുടെ വോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ വോട്ട് പോയതിൽ ഇരട്ട വോട്ടുകളുണ്ട്, താമസം മാറിയതുണ്ട്, വിദേശ പൗരത്വം നേടിപ്പോയതുണ്ട്, അങ്ങനെ ധാരാളം പേരുണ്ട്. അത്തരം ആൾക്കാരെയൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ഒരു 7 മുതൽ 8 ലക്ഷം വരെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. അതായത് വോട്ട് ചേർക്കാൻ കഴിയാത്തവർ. അങ്ങനെ വോട്ട് ചേർക്കാൻ കഴിയാത്തതിന് ചില കാരണങ്ങളുണ്ട്. ഹിയറിംഗിൽ പരാജയപ്പെടുക, പേരിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ 2002 ലിസ്റ്റിൽ അന്ന് വിദ്വാൻമാർ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ്. നമ്മുടെ SIRന്റെ രജിസ്ട്രേഷന്റെ തുടക്കകാലത്ത് നമുക്കറിയാലോ, അതൊന്നും കുഴപ്പമില്ലെന്നേ, നിങ്ങൾ അന്നത്തെ അതവിടെ എഴുതി വെക്ക്, ഇന്നത്തെ ഇവിടെ എഴുതി വെക്ക്, അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതും ഇതും ഒന്നാണ്, അത് ഇതും കൂടെ എന്താ പറയാ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ നട്ടം തിരിച്ചത് നമ്മൾ കണ്ടു. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുണ്ട്, കിട്ടാത്ത കാര്യങ്ങൾ SIR ലിസ്റ്റിൽ കയറാതെ മാറി നിൽക്കുന്നതുമുണ്ട്. ഇതുവരെയുള്ള ഒരു വാർത്തകൾ അനുസരിച്ച് ഇതൊരു പൗരത്വ രജിസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ SIRൽ ഇല്ലാത്തവരെ കഴുത്തിൽ പിടിച്ച് ഇന്ത്യക്ക് പുറത്താക്കുമെന്നോ യാതൊരു ഉദ്ദേശവും ഇല്ല. അങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റാണ്. പക്ഷെ എങ്കിലും 2002 അവസാനം SIR നടന്നത്. ഇപ്പോൾ 2026 അവസാനം ഇപ്പോഴത്തെ SIR നടക്കുന്നത്. എത്ര വർഷത്തിന് ശേഷം? 10-24 വർഷത്തിന് ശേഷമാണ് SIR ലിസ്റ്റ് ഉണ്ടാകുന്നത്. അന്ന് 3-4 വർഷം എടുത്ത് ചെയ്തതാണ്. അതായത് 2002 SIR ലിസ്റ്റ് പുറത്ത് വന്നെങ്കിലും അതിനും 2-3 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അന്ന് ഇന്നത്തെ പോലെ ഇന്റർനെറ്റോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലല്ലോ. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉള്ള കാലത്ത് വളരെ തിടുക്കപ്പെട്ട് 3 മാസം കൊണ്ട് നടപ്പിലാക്കിയതിന്റെ ഭവിഷ്യത്തുകൾ ഇതിൽ കാണാനുമുണ്ട്. ഒരുപാട് അപര്യാപ്തതകൾ ഉണ്ടായിരുന്നു, ഒരുപാട് അവ്യക്തതകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും 2,69,00,000 പേർ വോട്ടർ ലിസ്റ്റിൽ കയറി എന്നത് തന്നെ ഒരു മഹാത്ഭുതമാണ്. SIRന്റെ ഫൈനൽ ലിസ്റ്റ് പുറത്തു വന്നെന്നുണ്ടെങ്കിലും ചിലർക്ക് വോട്ടർ ലിസ്റ്റ് ഇപ്പോഴും ഇല്ല, ഇവിടെ തന്നെ ഉണ്ട്, അർഹതയുള്ളവരാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ബൂത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ചിലരൊക്കെ ഇവിടുന്ന് താമസം മാറി രാജ്യം തന്നെ വിട്ടുപോയി എന്ന രീതിയിൽ ചില പാർട്ടിയുടെ ചില ഉത്തരവാദിത്തപ്പെട്ടവർ വോട്ടർ ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റാൻ വേണ്ടി, SIRൽ നിന്ന് വെട്ടിമാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിരുന്നു. അപ്പൊ അത്തരത്തിൽ പരിശ്രമം നടത്തിയവരൊക്കെ ഇനി SIRലേക്ക് കയറാൻ കുറച്ച് പ്രയാസമാണ്. SIRൽ ഇനിയിപ്പോ എന്നത് വരും അറിയില്ല. നേരത്തെ വന്നതുപോലെ 10-20 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ SIRൽ കയറും. എന്നാൽ ഈ ലിസ്റ്റിൽ കയറാത്തവർക്ക് നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ, എല്ലാ തവണ ചെയ്യുന്നത് പോലെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനും കഴിയും. പക്ഷെ SIR എന്ന ആ ഒരു കടമ്പയിലേക്ക് ഇനി ഏത് കാലമെന്ന് കണ്ടു തന്നെ അറിയണം. സത്യത്തിൽ ഈ SIR പ്രക്രിയ അപൂർണമാണ്. ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് തന്നെ അതിന്റെ ആപ്ലിക്കേഷനിൽ മറ്റും കാരണം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കുറ്റമറ്റ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് വീണ്ടും SIR ലിസ്റ്റിലേക്ക് ചേർക്കപ്പെടാതെ മാറി നിൽക്കുന്നവരോട് ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ ഇത് ചെയ്യുമോ, ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുമോ ഇല്ലെന്ന് അറിയില്ല. ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഓരോ ദിവസം കഴിയുന്നവരും അങ്ങനെ ഉണ്ടല്ലോ, 18 വയസ്സ് കഴിഞ്ഞവർ വീണ്ടും വരുന്നുണ്ട്. ഇപ്പോ SIR പ്രക്രിയ നടക്കുന്ന സമയത്ത് 18 വയസ്സ് തികയാത്തവരുണ്ട്. അവർക്ക് അടുത്ത വർഷം 18 തികയും. അവർക്കും SIRൽ വരണ്ടേ? അപ്പൊ എന്തായാലും SIR ഇനിയും വരും. ആ സമയം വരെ കാത്തുകേണ്ടി വരും. ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ 2026 SIRന്റെ സമയത്ത് 18 വയസ്സ് കഴിഞ്ഞവർ, അവരെ ഒരുപക്ഷെ അടുത്ത SIRന്റെ കാലത്ത്, എന്നാണോ അടുത്ത SIR ഇനി വരാൻ പോണത്, ഇന്ന് നമ്മൾ നേരിട്ടതുപോലെയുള്ള ചില ഊരാംകുറുക്കുകൾ ഇട്ട് പരീക്ഷിക്കുമെന്ന് തന്നെ കരുതണം. Different angles. Don't forget to subscribe and support this channel.